നമ്മൾ എത്ര പാടിയാലും, നമ്മൾ എത്ര പറഞ്ഞാലും, നമ്മൾ എത്ര ഇരുന്നാലും, നമ്മൾ എത്ര വിളക്കൂതിയാലും, നമ്മൾ എത്ര കരഞ്ഞാലും, നമ്മൾ കൊല്ലങ്ങളോളം പ്രസംഗിച്ചാലും, അതിന് എല്ലാ പ്രഭാഷകന്മാരും ഒരുമിച്ച് കൂടിയാലും, മനുഷ്യർക്ക് പുറമെ ഭൂതവിഭാഗവും കൂട്ടുപിടിച്ച് സംയുക്തമായി അശാന്തമായി ഓടി നടന്ന് പരമാവധി പാടുപെട്ട് പരിശ്രമിച്ചാലും മുത്തുനബി നമുക്ക് ഓർത്തതിന്റെ പേരിൽ, മുത്തുനബി നമുക്ക് വേണ്ടി കരഞ്ഞതിന്റെ ഒരു കോടിയിൽ ഒരു അംശം പോലും തിരിച്ചു കൊടുക്കുക മദീന ഫാഷനിൽ പങ്കെടുത്തവരെ ഇവിടെ വെച്ചോ എവിടെ വെച്ചോ തിരിച്ചു സാധ്യമല്ല. അതാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹാ. ഇതോടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. മുത്തുനബിയോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യുമോ നബിയേ? സാദർമണിയുടെ കെഞ്ചലിന്റെ മുമ്പിൽ മുട്ടുമടക്കി അല്ലാഹുവിന്റെ റസൂല് കൈപൊക്കുകയാണ്. ആയിഷക്ക് മുമ്പ് കഴിഞ്ഞതും വരാനുള്ളതും രഹസ്യമായതും പരസ്യമായതും നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ അങ്ങ് പറയലോടെ സന്തോഷാധിക്യം കൊണ്ട് ആയിഷ ഉമ്മ മുത്തുനബിയുടെ മടിയിലേക്ക് ചിരിച്ചുകൊണ്ടങ്ങ് വീഴുകയാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ആയിഷ, ഞാൻ നിനക്ക് ഒരു തവണ ഇങ്ങനെ ദുആ നടത്തിയതിന്റെ പേരിലാണ് നീ ഇങ്ങനെ ചിരിക്കുന്നതെങ്കിൽ എന്റെ ഉമ്മത്തിന് വേണ്ടി എത്ര തവണയാണ് ഞാൻ ദുആ നടത്തിയത്? ഓരോ ദിവസവും എത്ര തവണയാണ് ഇതുപോലെ ദുആ നടത്തുന്നത് എന്ന് നിനക്ക് അറിയുമോ ആയിഷ? എന്ന് നബിയുനാ റസൂലുള്ളാഹി. അതല്ലേ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, എല്ലാ അമ്പിയാക്കൾക്കും ദുആ നടത്തിയാൽ ഞൊടിയിടയിൽ ഉത്തരം അല്ലാഹു ഉറപ്പായി വാഗ്ദാനം നൽകിയിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. ഈ ഒറ്റ ഹദീസ് നമുക്ക് പിരിയാം. എനിക്ക് സമയമില്ല, ഞാൻ ഒച്ച വെച്ചിട്ട് വളരെ പെട്ടെന്ന് പോവാം. 4 ഒച്ച വെക്കാൻ മാത്രമേ സമയമുള്ളൂ, അത് പറയാൻ സമയമില്ല. അപ്പൊ എന്റെ സങ്കടം ഞാൻ തീർക്കാം. ഈ ഒരു ഹദീസ് വഅലാക്കി കേൾക്കരുത്, ഇത് ഹൃദയം കൊണ്ട് എഴുതി. എല്ലാ അമ്പിയാക്കൾക്കും ദ്വാരനാ ഉടനെ ഉത്തരം, അങ്ങനെ ചാൻസ്. എല്ലാ അമ്പിയാക്കൾക്കും എല്ലാ ദ്വാക്ക് വിജാബത്തുണ്ട്, എല്ലാ മുഅ്മിനീങ്ങൾക്കും തന്നെ ഉണ്ട്, പിന്നെ അമ്പിയാക്കൾക്ക്. പക്ഷെ ഇത് അങ്ങനെയല്ല, ഇത് തടസ്സമൊന്നുമില്ല, ലൈറ്റ് ആവില്ല, ദ്വാരനാ ഉടനെ ഉത്തരം. അമ്പിയാക്കളായ അമ്പിയാക്കൾ മുഴുവനും അത് ഭൂമിയിൽ ഉപയോഗപ്പെടുത്തും. ഞാൻ എണ്ണി പറയുന്നില്ല ചരിത്രം. റസൂൽ പറഞ്ഞെന്താ, ഇന്നി ഇഖ്തബഅതു ദഅവതി ശഫാഅത്തൻ ലി ഉമ്മത്തി യൗമൽ ഖിയാമ മുഹമ്മദ് മുസ്തഫ. എന്റെ ആ ചാൻസ് ഞാൻ എന്റെ ഉമ്മത്തിന് ശഫാഅത്ത് ചെയ്ത് നാരകീയ ജ്വാലയിൽ നിന്ന് സ്വർഗീയ ഉദ്യാനത്തിലേക്ക് രക്ഷപ്പെടുത്താൻ വേണ്ടി പരലോകത്തേക്ക് നീട്ടിവെച്ചിരിക്കുകയാ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ദ്വാരക്കന്റെ ഒരുപാട് അവസ്ഥ ദുനിയാവിൽ ഉണ്ടായിരുന്നു. ഒട്ടകത്തിന്റെ കുടൽമാല കൊടുത്ത് കഴുത്തിലിട്ട് എല്ലാരും നശിപ്പിക്കാൻ ദ്വാരുന്നില്ല. ത്വായിഫിന്റെ മരുഭൂമിയിൽ ഏറുകൊണ്ട് 5 കിലോമീറ്ററോളം ഞെരിയാനെ പൊളിഞ്ഞ് രക്തം പമ്പ് ചെയ്ത് ഓടി മുഹമ്മദ് മുസ്തഫ. ദ്വാ നടത്തിയില്ല. കവള് തടി കിട്ടിയിട്ട് കവള് പൊട്ടി. ദ്വാ നടത്തിയില്ല. തന്റെ പ്രിയപ്പെട്ട സ്വഹാബാക്കളെ കണ്ണിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് പച്ചക്ക് പാത്രത്തിലിട്ടുകൊണ്ട് ചുട്ട് കരിച്ചു. ദ്വാ നടത്തിയില്ല. 3 കൊല്ലത്തോളം ശൈബ് അബീ ത്വാലിബിന്റെ മലമുകളിൽ പട്ടിണിക്കിട്ടുകൊണ്ട് കൊല്ലാൻ വേണ്ടി സംഘടിതമായി മക്ക ഖുറൈശികൾ ശ്രമിച്ചു. അവർക്കെതിരെ മലയുടെ മുകളിൽ നിന്ന് ദുആ നടത്തിയില്ല. ദുആക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു, പക്ഷേ നടത്തിയില്ല. മാറ്റിവെച്ചത് എന്തിനു വേണ്ടിയാണ്? ഈ ഉമ്മത്തിൽപ്പെട്ട ചവറുകൾക്ക് എങ്ങാനും ശഫാഅത്ത് കൊണ്ട് പരമാവധി സ്വർഗത്തിലേക്ക് രക്ഷപ്പെടുത്താൻ ആ ദുആ ഉപകരിക്കുമെങ്കിൽ അതിനാവട്ടെ എന്ന് മനസ്സിലാക്കിയിട്ട് ദുനിയാവിൽ അത് ഉപയോഗപ്പെടുത്തും. ശഫാഅത്തി ലിഅഹ്ലിൽ കബാഇരി മിൻ ഉമ്മത്തി. മദീനയിൽ പോകുന്നവരെ, ബാബുസലാമിലൂടെ പോകുന്നവരെ, ഈ മദീന ഭാഷനിൽ സൂര്യൻ അസ്തമിക്കാൻ സമയത്ത് ഒരു പക്ഷേ പിന്നീട് സൂര്യാസ്തമയത്തിന് ശേഷം ചന്ദ്രക്കല കണ്ടാൽ ഈ മാസം തീരാൻ സാധ്യതയുള്ളതിന്റെ വക്കിൽ വെച്ചുകൊണ്ട് ചിന്തിക്കണേ, ഇവിടെ നിന്ന് മദീനയിൽ ഒന്ന് പോകണേ, രാത്രിയിൽ അതിന് നന്നായി പറ്റുമേ. അത് അതിന്റെ മനഃശാസ്ത്രവും അങ്ങനെയാണ്. ഇന്ന് നമുക്ക് കഴിയാത്തത് കൊണ്ട് പലപ്പോഴും വിളക്കോതി പാട്ടുപാടി കരഞ്ഞ് കരഞ്ഞ് തളർന്ന് പിന്നെ പോയി കിടന്നാൽ ബെഡ്റൂമിലെങ്കിലും മദീന പുഞ്ചിരിക്കുമേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഹൃദയം